ഉടുപ്പി കരിന്തളം 400 kV ലൈൻ പൂർത്തിയാകുന്നതോടെ ഉത്തര കേരളത്തിലെ വൈദ്യുതി വിതരണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ വൈദ്യുതി വിതരണ മേഖലയിൽ 13,015 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. Bindu Jewelry, Kasaragod. Gold, diamond, birthstone, silver. 100% BIS 916 Hallmark Gold. കാസർഗോഡ് ജില്ലയുടെ വൈദ്യുതി വിതരണം ശക്തമാക്കാൻ ജില്ലാ ഉടുപ്പി കാസർഗോഡ് 400 kV ലൈൻ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉത്തര കേരളത്തിന്റെ വൈദ്യുതി വിതരണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. പാരമ്പര്യേതര സ്രോതസ്സുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽ കേരളം വലിയ മുന്നേറ്റം നടത്തി. 2016-ൽ 16.49 മെഗാവാട്ടായിരുന്ന സൗരോർജ്ജം ഇന്ന് 1576 മെഗാവാട്ടായി വർദ്ധിച്ചു. കർഷകർക്ക് കാർഷിക പമ്പുകൾക്കുള്ള വൈദ്യുതി സൗജന്യമായി ലഭിക്കുന്നതോടൊപ്പം സ്വന്തം ഉപയോഗത്തിന് ശേഷം മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുന്നത് വഴി അവർക്ക് അധിക വരുമാനം വരുത്തുന്ന PM കുസുമം പദ്ധതിയും നാം നടപ്പിലാക്കി വരുന്നു. ഇതിൽ കർഷകന് മുതൽ മുടക്കില്ല, സൗജന്യമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ കർഷക ആവശ്യത്തിനുള്ള 1 ലക്ഷം പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടമായി 9,348 പമ്പുകളിൽ നബാർഡിന്റെ ധനസഹായത്തോടുകൂടി സൗരോർജ്ജത്തിലേക്ക് മാറാനുള്ള നടപടികൾ അനർട്ട് സ്വീകരിച്ചു വരുന്നു. ഇതിൽ 2000-ൽ പരം പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണം പൂർത്തിയായി. കേരളത്തിൽ വൈദ്യുതി മേഖലയെ ആഗോള നിലവാരത്തിൽ ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ സംരംഭങ്ങളും ഈ ഘട്ടത്തിൽ ആരംഭിച്ചു. രാജ്യത്ത് ആദ്യമായി 4 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി നൽകാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കാസർഗോഡ് മൈലാട്ടിയിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സാമ്പത്തികമില്ലാത്ത ഈ പദ്ധതി 15 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്.